ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ മേലെ ചൊവ്വ ഭാഗത്തെത്തി. നമ്മുടെ ധർമ്മസമാജം സ്കൂള് അതിൻ്റെ പരിസരത്ത് ഇപ്പോൾ അവിടെയാണുള്ളത്. നമ്മൾ ചെറിയൊരു യാത്രയിലാണ് കേട്ടോ. നമ്മൾ സ്ഥിരമായി അത്യാവശ്യം യാത്ര പോകുന്നതൊക്കെ തന്നെയാണ്, അതുകൊണ്ട് അതിൻ്റെ കാര്യം പ്രത്യേകിച്ച് നമ്മൾ പറയാനില്ല. അപ്പോൾ റോഡൊക്കെ നല്ല നനഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ ബാരലൊക്കെ വെച്ചിട്ട് കാണാം, കണ്ടോ, ഒരുപാട് സ്ഥലത്ത് ബാരൽ വെച്ചിട്ടുണ്ട്. അവിടെ എന്തോ വർക്ക് നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു. അവിടെ ലോറിയൊക്കെ നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് കാണുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടും നമുക്ക് കാണാം. എന്ത് തന്നെയായാലും നമ്മുടെ രാവിലത്തെ ഈ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് റൈഡിങ്ങിന് വളരെ മസ്റ്റായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. ഈ ഒരു സംഭവം കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിന് തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു കുളിരാണ്. ഇപ്പോൾ പണിക്ക് ഒരുപാട് വർക്കർമാരൊക്കെ പണി സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഈ റോഡിൻ്റെ പണിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ വാഹനക്കാരെയായാലും അല്ലെങ്കിൽ ആരെയായാലും ബുദ്ധിമുട്ടിക്കുന്നത് നമ്മുടെ ഈ റോഡിൻ്റെ വർക്ക് മാത്രമാണ്. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്തെങ്കിലും ഒക്കെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ മോർണിംഗ് എപ്പോഴും നമ്മുടെ മൈൻഡ് എപ്പോഴും ഫ്രഷ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മോർണിംഗിൽ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളിപ്പോൾ യാത്ര അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് പോവുകയാണെങ്കിൽ തന്നെ മോർണിംഗിൽ നമ്മൾ അടിപൊളിയായിരിക്കും. ആ ഒരു ഫ്രഷ് എന്താ പറയുക ഒരു സമയം. അപ്പം നമ്മളത് പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ ലൈഫിൽ. അപ്പം ഇതിപ്പോൾ നമ്മൾ താഴെ ചൊവ്വ ഭാഗത്തോട്ടെത്തി കേട്ടോ. ബസ്സുകളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ ടൈമിൻ്റെ മസ്റ്റ് ആയിട്ടുള്ള ഒരു സമയം വരും. അപ്പോൾ അങ്ങനെ ഒരു സമയം വരുമ്പോൾ ഇവിടെയൊക്കെ നല്ല ബ്ലോക്ക് വരുന്നൊരു ഭാഗമാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു 7-7:30 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ താഴെ ചൊവ്വ എന്ന് പറഞ്ഞ സ്ഥലം നമുക്ക് വാഹനം തന്നെ നമുക്ക് ഓടിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് നമ്മുടെ. ഉണ്ടോ, ഇപ്പോൾ ഫ്രൂട്ട്സ് കച്ചവടക്കാരൊന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ ആ സമയമാകുമ്പോഴേക്ക് അവരൊക്കെ വന്ന് അവരുടെ ജോലി തുടങ്ങുന്നൊരു സമയമാണ്. ഇവിടെ ഇപ്പോൾ ഒരു മീൻ മാർക്കറ്റ് ഉണ്ട്, ഫിഷ് മാർക്കറ്റ്. ഇതാ ഇവിടെ ഫിഷ് മാർക്കറ്റ്, ഒരു ചെറിയൊരു കട ഉണ്ടോ. അവിടെയും ആൾക്കാരൊന്നും കാണുന്നില്ല. രാവിലെ കച്ചവടം കഴിഞ്ഞ് പോയതാണോ അറിയില്ല കേട്ടോ. എസ് ട്രസ്റ്റ്, അതുപോലെ തന്നെ കോളേജ് ഓഫ് എൻജിനീയറിങ്ങിൻ്റെ വണ്ടിയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ മനസ്സിന് ഭയങ്കരമായിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ. കാരണം നമ്മുടെ കോളേജാണ് ഈ ഒരു പരിസരത്ത്, കണ്ണൂർ SM കോളേജ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ആ ഒരു വൈബാണ് നമുക്കൊക്കെ. നമ്മൾ ചെയ്യുന്ന പല വീഡിയോസിലും പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ. അതായത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു സാധാരണ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു കുട്ടിക്കളി ഒരു ടൈപ്പിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് 10-26 വയസ്സായാലും ഇങ്ങനെയൊക്കെ ചിരിച്ചും കളിച്ചും കൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു എന്നുള്ളൊരു കാര്യം. പക്ഷെ നമ്മളിപ്പോഴും ഉള്ളത് നമ്മൾ ആ കോളേജ് ഒരു കാലഘട്ടത്തെ ആ ഒരു വൈബിലാണ് കേട്ടോ. സത്യം പറയാം, നമ്മുടെ മനസ്സിന് ഒരിക്കലും വയസ്സാകാൻ പാടില്ല. അതാണ് പ്രത്യേകത. ശരീരത്തിനൊരു 10-26 വയസ്സായെങ്കിലും നമ്മുടെ മനസ്സ് എപ്പോഴും ഒരു 16-ൽ നിലനിർത്തണം. എന്നാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. ഇത് കണ്ടോ, ഒരു ലോറിയാണ് കേട്ടോ. ലോറിയിൽ ഒരുപാട് ലോഡ് ഉണ്ട്. ഇതെന്താ സംഭവം എന്നറിയില്ല കേട്ടോ. KSEBിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. അടിപൊളി വാഹനം, KSEBിൻ്റെ ആണെന്ന് തോന്നുന്നു. എന്താണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. നമ്മൾ ഈ ഒരു ബൈപ്പാസ് റോഡിലോട്ട് പോകുമ്പോൾ നമുക്ക് 2 പെട്രോൾ പമ്പുകളുണ്ട് കേട്ടോ. ഒന്ന് ഇവിടെ HP-യുടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു പെട്രോൾ പമ്പ് വേറെയും നമുക്കുണ്ട് കേട്ടോ. ആംബുലൻസ്. റോഡിൻ്റെ അവസ്ഥ ഒന്നും പറയേണ്ട കാര്യം, വളരെ പരിതാപം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പ്രത്യേകിച്ച് 2 വീലറുകാരൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു റോഡിൽ വരുമ്പോൾ. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ റോഡിൽ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് 2 വീലറുകാരാണ്. കാരണം നല്ല രീതിക്ക് പരിക്കുകൾ പറ്റും. ഇതേ കണ്ടോ, ബസ് ചേട്ടൻ്റെ വരവ് കണ്ടോ നിങ്ങൾ.
ചേട്ടൻ റോങ് സൈഡ് കയറി വന്നിട്ട് എൻ്റെ മുഖത്തോട്ട് സൂക്ഷിച്ച് നോക്കുകയാണ് ചേട്ടൻ. അതായത് റോഡിൽ തന്നെ തെമ്മാടിത്തരം, അത് തന്നെ, വേറൊന്നുമില്ല. അതിൻ്റെ ശുദ്ധമായിട്ടുള്ള പേര് അത് തന്നെയാണ്, വേറൊന്നുമില്ല. റോഡിൽ ഇറങ്ങുന്ന എല്ലാവരും അവരായിരിക്കും ജീവിക്കാൻ വേണ്ടി തന്നെയാണ് രാവിലെ പോകുന്നത്. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയാണ് പോകുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുടെ ജീവൻ അതിൻ്റെ അകത്ത് പോകുന്നുള്ള കാര്യം നമ്മുടെ പ്രിയപ്പെട്ട ബസ് ചേട്ടന്മാർ മനസ്സിലാക്കുന്നില്ല. എൻ്റെ പൊന്നെ ബസ് ചേട്ടന്മാരെ, നിങ്ങളെ വീട്ടിലുള്ള നിങ്ങളുടെ അനിയന്മാരും അതുപോലെ തന്നെ ചിലപ്പോൾ അച്ഛനായാലും ഇതുപോലെ വാഹനങ്ങൾ എടുത്ത് പുറത്തിറങ്ങും എന്ന് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. അങ്ങനെ ഓരോരോ ബസ്സുകാരും ആലോചിക്കണം. ഈ മരണപ്പാച്ചിൽ പായുന്ന സമയത്ത് രണ്ടറ്റം മാത്രം നിങ്ങൾ കൂട്ടിമുട്ടിച്ചാൽ പോരാ, ബാക്കിയുള്ള മനുഷ്യന്മാരുടെ ജീവനും കൂടെ നിങ്ങൾ വില കൽപ്പിക്കണം ദയവ് ചെയ്ത് കേട്ടോ. ഇവിടെയൊക്കെ റോഡ് എന്ന് പറഞ്ഞാൽ വളരെ മിസ്റ്റേക്കഡ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. ആ ലോറി ചേട്ടൻ പോകുന്നുണ്ടോ, ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ ഇങ്ങനെ പോകാൻ തന്നെ. സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ലോഡ് കയറ്റി വരുന്ന വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്കുള്ള ഷെയ്ക്ക് തന്നെ അവർക്കുള്ളിൽ അറിയാൻ പറ്റും. ഇതൊക്കെ എന്ന് നന്നാവും ഗായ്സ്? അയ്യോ, ആലോചിച്ച് വിഷമിക്കുക അല്ലാതെ നമുക്ക് വേറെ നമ്മുടെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ലല്ലോ. ഇതൊരു ഇടുങ്ങിയ വഴിയാണ് കേട്ടോ. ഈ ഒരു വഴിയിൽ പോലും ഓവർടേക്കിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് എന്താ പറയുക മഹാത്മാഗാന്ധികൾ തന്നെ വേണേൽ പറയണം. ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയുള്ള. എന്താണ് അവർ പറയുന്നത്? ബസ്സുകാർ തന്നെയാണ് മെയിനായിട്ട്. യാത്രക്കാരെ കൃത്യമായിട്ടുള്ള സമയം. അയ്യോ, റോഡിൽ ഓടിക്കുന്ന ആൾക്കാരുടെ ജീവന് ഒരു വിലയുമില്ല. അവർക്ക് അവരുടെ ട്രിപ്പും യാത്രക്കാരെ കൃത്യമായ സമയത്തും എത്തിക്കണം. ഒരു JCB ഉണ്ടോ, വോൾവോ, അടിപൊളിയാണല്ലേ. അപ്പൊ നമ്മൾ ചാലക്കുന്ന് എത്തി കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ചാലക്കുന്ന് മുത്തപ്പൻ ക്ഷേത്രം. ഇവിടുന്ന് മാറ്റി കുറച്ച് അങ്ങോട്ടാക്കി മാറ്റിയിട്ടുണ്ട്. ആ റോഡിന്റെ കാര്യത്തിലാണെന്ന് തോന്നി ഈ ഒരു ഭാഗം. സോ ഇത് പൊളിച്ചത് കൊണ്ട് നമുക്കിപ്പോൾ വണ്ടി അല്ലെങ്കിൽ റോഡ് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആവും ചില ആൾക്കാർക്ക്. മുകളിലോട്ട് പോകേണ്ട അവസ്ഥ. അതുപോലെ തന്നെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചിന്മയ മിഷൻ ഉണ്ട് മുകളിൽ. അപ്പോൾ അവിടത്തേക്ക് പോകേണ്ട ആൾക്കാർക്കൊക്കെ എങ്ങനെയാണ് അവർ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അവിടെ ഇറങ്ങി അവിടുന്ന് മേലോട്ട് പോകണം.
ബസ് മാമന്മാരുടെ മത്സര ഓട്ടം തുടങ്ങി ഗായ്സ്. ബസ്സിന്റെ പിന്നാലെ പിടിക്കുന്നുണ്ട് ഒരു 2 വീലർ പാപം വെള്ളരി പ്രാവ്. സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ പണിയാണ് കേട്ടോ. കാരണം ഇവന്മാരെന്തിനാണെന്ന് ഇങ്ങനെ പായുന്ന എന്നുള്ള കാര്യം അവന്മാർക്ക് പോലും അറിയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതവും നമ്മുടെ ജീവനും നമ്മൾ സംരക്ഷിക്കാൻ ശ്രമിക്കുക. അവന്മാർ ബ്രേക്കിലൊന്നും കാല് വെക്കുമെന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കണ്ട. പവർ ബ്രേക്കാണ്, തേങ്ങയാണ്, മണ്ണാങ്കട്ടയാണെന്നൊക്കെ പറഞ്ഞു. ഇത് കണ്ടോ, ഇത്രയും സ്പീഡിൽ പോയി അവിടെ നടു റോഡിൽ ചവിട്ടി നിർത്തുക. ഇവൻ്റെ അമ്മായിയുടെ വകയുള്ള റോഡാണെന്നാ തോന്നുന്നു. മാന്യമായിട്ട് സംസാരിച്ച് വരുന്ന ആൾക്കാരെ പറ്റി അല്ലെങ്കിൽ സംസാരിക്കുന്ന ആളെ വളരെ ചീത്ത വിളിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇത് കണ്ടോ, അത്രയും സ്പീഡിൽ വന്ന് അവൻ ചവിട്ടിയ ചവിട്ടാണിത് അവിടെ. റോഡിലെല്ലാ വണ്ടികൾക്കും ഒരേ നിയമം തന്നെയാണ്. പക്ഷെ ഇവന്മാരെന്തോ റോഡ് കൈയടക്കി ഭരിക്കുന്ന രാജാക്കന്മാരാണെന്നുള്ള ഒരു ധാരണ ഈ ബസ്സുകാർക്ക് പല സമയത്തും ഉണ്ട്. നമ്മളിത് കൊടുവള്ളി എത്തി കേട്ടോ, തലശ്ശേരി കൊടുവള്ളി. ഗൈസ്, അപ്പം ഇത് നമ്മുടെ ഗിയർ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ അകത്ത് 1, അതുപോലെ തന്നെ 2, 3, 4, അതുപോലെ 5 ഗിയറാണ്. ശേഷം 6 എന്ന് കൊടുത്തിട്ടുണ്ട്, അതായത് റിവേഴ്സ്. നമുക്കപ്പോൾ ഗിയർ നോക്കാം. നമ്മൾ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സൈഡോട്ടൊന്ന് മാറ്റി നമ്മൾ ഫ്രണ്ടിലോട്ട് ഉന്തി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഫസ്റ്റിലോട്ട് വീണു. ശേഷം നമ്മൾ ഇതുപോലെ പുറകോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി സെക്കൻഡിലായി. ഇനി ഇവിടുന്ന് നേരെ മുന്നോട്ട് ഉന്തി കഴിഞ്ഞാൽ തേർഡിൽ ആയി. നേരെ പുറകോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഫോർത്ത്. ഇവിടുന്ന് ചെറിയായിട്ടൊരു ബെൻഡ് ചെയ്ത് ഫ്രണ്ടിലോട്ട് തള്ളിക്കഴിഞ്ഞാൽ ഫിഫ്ത്തായി. അതുപോലെ തന്നെ സെൻറ്ററിൽ കൊണ്ടുവന്ന് സീറ്റോട് അടുപ്പിച്ച് വലിച്ച് പുറകിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ റിവേഴ്സായി വണ്ടി. ഇനിയിപ്പോൾ ഇത് സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ ഇതാ ന്യൂട്രൽ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ ഗിയർ സിസ്റ്റം വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പല ആൾക്കാരും തേർഡിലോട്ട് ഉന്തുന്ന സമയത്ത് ഫിഫ്ത്തിലോട്ട് വീഴാറുണ്ട്. ഒരിക്കലും തേർഡിലോട്ട് നമ്മളിങ്ങനെ ഉന്തുന്ന സമയത്ത് നമ്മൾ കൈ ഈ ഒരു പൊസിഷനിലേക്ക് പോകാൻ പാടില്ല. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ 5-ലാണ് വീഴുക. വാഹനം ചിലപ്പോൾ കുത്തി ഓഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ തലശ്ശേരി മെയിൻ ആയിട്ടുള്ള മാർക്കറ്റ് വരുന്നത് കേട്ടോ. അരി, അതുപോലെ തന്നെ പച്ചക്കറി, അത്യാവശ്യം സാധനങ്ങൾ, അങ്ങനെ കംപ്ലീറ്റ് സാധനങ്ങൾ വരുന്ന ലോറിയൊക്കെ ലോഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത് കേട്ടോ. ഇവിടെ നമ്മൾ മത്സരം പരമാവധി ഒഴിവാക്കണം. കാരണം അങ്ങോട്ട് ഏതെങ്കിലും ഒരു വലിയ വണ്ടി വരുന്നത് കണ്ടാൽ നമ്മൾ പരമാവധി നമ്മൾ ഇടത് ഭാഗം ചേർന്ന് നമ്മൾ നിർത്തി കൊടുക്കുക. കാരണം ആ വാഹനത്തിന് കടന്നു പോകണമെങ്കിൽ നമ്മുടെ ഈ മത്സരം ഒഴിവാക്കിയാലേ നടക്കുള്ളൂ. 2 കൂട്ടർക്കും ലാഭമാണ് കേട്ടോ. അതുകൊണ്ട് വാശി ഒഴിവാക്കുക, ഒരു 2 സെക്കൻഡ് ക്ഷമിക്കുക. ഓക്കെ, ഇവിടെ എന്തോ ബ്ലോക്ക് ഉണ്ട് കേട്ടോ. ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ റൈറ്റിലോട്ട് കയറാൻ അധികം ശ്രമിക്കരുത്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ പല ആൾക്കാർക്കും വരുന്നൊരു പ്രശ്നമാണ് റൈറ്റിലോട്ട് കയറുന്നത്. ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇതാ കേട്ടോ. ഒരു വണ്ടി കയറി വരുന്നുണ്ടോ. ഇതേ സമയം നമ്മളിപ്പോൾ റൈറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് നമ്മൾ അവിടെ പെട്ടു പോകുന്ന അവസ്ഥയാവും. ആ വണ്ടിക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല, നമുക്ക് ഇങ്ങോട്ടും വരാൻ പറ്റില്ല. അപ്പോൾ അത് സൂക്ഷിക്കുക. മത്സരപ്പാച്ചിൽ തൽക്കാലം ഒഴിവാക്കുക കേട്ടോ. റോഡിൽ നമുക്ക് ആദ്യം വേണ്ടത് ക്ഷമയാണ് കേട്ടോ. നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ പറയുക, ആട്ടിൻ സൂപ്പല്ല, അതിൻ്റെ മേലെയുള്ള സൂപ്പിൻ്റെ ഫലം നമുക്ക് വേണമെങ്കിൽ കിട്ടും. അതുകൊണ്ട് ക്ഷമിക്കാൻ ശ്രമിക്കുക. കാരണം അത്രയേ ഉള്ളൂ റോഡിൻ്റെ സ്പേസ്. ആ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഈ കാണുന്ന വെള്ള വര കണ്ടോ, ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ ഓവർടേക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ അത്ര സ്പേസ് ഇല്ല. നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ റോഡിൻ്റെ അവസ്ഥ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ എതിരെ വരുന്നത് ഇപ്പം മുന്നിലിപ്പോൾ നിങ്ങൾ കാണാം, മുന്നിലിപ്പോൾ ഒരു വലിയൊരു വണ്ടി പോകുന്നുണ്ട്, ഒരു ലോഡും വണ്ടി മുന്നിൽ പോകുന്നുണ്ട്. ഇതാ ഇപ്പം കണ്ടോ, ഒരു ബസ് വരുന്നുണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലുള്ള വലിയ വാഹനം ഉണ്ടെങ്കിൽ റോഡിൻ്റെ സ്പേസ് കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത് തലശ്ശേരി ഭാഗത്ത് മിക്കവാറും സമയത്തും ബ്ലോക്ക് ആകുന്നത് അങ്ങനെയാണ്. കാരണം നിങ്ങളിപ്പോൾ ഇതുവഴി റൈറ്റിലോട്ട് നമ്മൾ കയറ്റുന്ന സമയം അങ്ങോട്ടത്തെ ഒരു വണ്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിറകിലോട്ട് നിങ്ങൾക്ക് എടുക്കാനും പറ്റില്ല, ആ വണ്ടിക്ക് വഴി കൊടുക്കാനും പറ്റില്ല. അപ്പോൾ എന്താവും, കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരുത്തരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവസാനം പോലീസ് വരും.
റോഡിൽ അത്രയും സമയം തടസ്സം ഉണ്ടാക്കിയതിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഫൈനും വരും. അപ്പോൾ അതിൻ്റെ ഒന്നും അവസ്ഥ ഉണ്ടാക്കണ്ട. നമ്മൾ കുറച്ചൊന്ന് ക്ഷമിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇതൊക്കെ തന്നെ അതിന് വലിയ ഉദാഹരണമാണ് കേട്ടോ. 2 വണ്ടി ഇതുപോലെ പോയി കഴിഞ്ഞാൽ ഈ റോഡിൽ തീരെ സ്ഥലമില്ല. അപ്പോൾ നമ്മളത് ശ്രമിക്കുക. നമുക്ക് വേഗത്തിൽ പോകണം അല്ലെങ്കിൽ പെട്ടെന്ന് പോകണം എന്ന് കരുതി നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പെട്ടു പോകാനും ചാൻസ് ഉണ്ട്. നമ്മൾ സൈദാർ പള്ളി എത്തി, തലശ്ശേരി ഭാഗം സൈദാർ പള്ളി. ഇതിൻ്റെ കുറച്ച് പരിസരത്ത് തന്നെയാണ് കേട്ടോ. നമ്മുടെ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രമൊക്കെ നമ്മൾ പോകുന്നില്ലേ, ഇവിടെ ഒരു പെറ്റ് ഷോപ്പ് ഉണ്ട്. പെറ്റ് ഷോപ്പിൻ്റെ സൈഡിൽ നിന്ന് ഈ ഒരു റോഡാണ് കേട്ടോ. ലോറി കയറി പോകുന്ന റോഡ് കണ്ടോ, ഈ റോഡാണ്. നമുക്ക് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും ഈ റോഡ് പോയി കഴിഞ്ഞാൽ. ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ ഇവിടെ കംപ്ലീറ്റ്ലി ഒരു പുകമയമുണ്ട്. നമ്മൾ ഇവിടെ എന്താണ് പുകമയം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ റോഡിൽ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പം ഇവിടെ വെള്ളം കെട്ടിയിരിക്കുന്നുണ്ട്. വെള്ളം വാഹനം പോയി അത് വെള്ളം തെറിച്ച് അത് ഒരു നീരാവിയായിട്ട് അങ്ങനെ ഒരു സംഭവമാണോ? പക്ഷെ അല്ല, ഇവിടെ എത്തുമ്പോൾ നല്ലൊരു മാറ്റമുണ്ട്. ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. ഇതാണ് നമ്മുടെ വെട്ടിപ്പാലം എന്ന് പറയുന്ന സ്ഥലം. അതായത് ഇവിടെ വെച്ച് ഏതാണ്ട് തലശ്ശേരി കഴിഞ്ഞു. തലശ്ശേരി ബോർഡർ ആണ് തോന്നുന്നു. വെട്ടിപ്പാലം എന്നാണ് ഇതിനെ പറയാ കേട്ടോ. ഈ ഒരു സ്ഥലം അവിടെ ബോർഡൊക്കെ ഉണ്ട്. നന്ദി തലശ്ശേരി നഗരസഭ എന്ന് പറയുന്ന ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ തലശ്ശേരിയാണ്, തലശ്ശേരി കഴിഞ്ഞു കേട്ടോ. ഇവിടം വരെ തലശ്ശേരി ഉള്ളൂ. നമ്മുടെ ബോർഡുണ്ട്. മാഹി 3 കിലോമീറ്റർ, കോഴിക്കോട് 64 കിലോമീറ്റർ, എറണാകുളം 241 കിലോമീറ്റർ. വാവ്, എന്താണ് ഗായ്സ് ഈ കാണുന്നത്? അപ്പോൾ നമ്മൾ ഇപ്പം ന്യൂ മാഹിയാണ്. നമ്മൾ മാഹിയിലോട്ട് കയറാനായിട്ട് പോകുന്നു. ഇതാണ് നമ്മുടെ ന്യൂ മാഹി. ന്യൂ മാഹി എന്ന് പറയുമ്പോൾ കണ്ണൂർ തന്നെയാണ്. പക്ഷേ ഇവിടെ പോലീസുകാരൊക്കെ നിരന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് സംഭവം എന്നറിയില്ല. ഒരുപാട് വാഹനങ്ങൾ ഇപ്പോൾ വലിയ വലിയ വാഹനങ്ങൾ അവർ കൈകാട്ടി പിടിക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്നറിയില്ല. നല്ല ചെക്കിംഗ് ആണെന്ന് തോന്നുന്നു. സോ നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മുടെ വാഹനത്തിൻ്റെ രേഖകൾ നമ്മുടെ കയ്യിൽ വളരെ ഭദ്രമായി നമ്മൾ സൂക്ഷിക്കുക കേട്ടോ. ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് നമുക്ക് പറയാനുള്ളത്. കാരണം എന്തെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ആവശ്യപ്പെട്ട് നമ്മൾ കാണിക്കേണ്ടി വന്നാൽ നമ്മുടെ കയ്യിൽ രേഖകൾ ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ വാഹനം തന്നെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മാഹിയിലോട്ടാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമുക്ക് കാണാം, ഇതാണ് ഈ പാലം കഴിഞ്ഞാൽ നമ്മൾ മാഹിയിലായി. ഇത് ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്, വെൽക്കം ടു മാഹി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് മാഹി എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം പെട്രോളിനൊക്കെ നല്ല വില കുറവുള്ളൊരു സ്ഥലമാണ് അല്ലേ. അപ്പം നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു പമ്പിൽ നിന്ന് നമുക്ക് പെട്രോൾ അടിക്കണം. ഈ പമ്പിൽ നമ്മൾ പോകുന്നില്ല, നമ്മൾ മുകളിലോട്ടാണ് നമ്മൾ പോകുന്നത്. മാഹി എത്തുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരുപാട് മദ്യ ഷോപ്പുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് നമുക്ക് കാണാം. കണ്ടോ? ഇവിടെയും ഓഫീസർമാരുണ്ട്, ഒരുപാട് ആൾക്കാർ. എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പം നമുക്ക് ഈ പെട്രോൾ പമ്പിൽ നിന്ന് നമുക്ക് ലേശം പെട്രോൾ അടിക്കണം. നമ്മുടെ വാഹനത്തിൽ പെട്രോൾ ഡൗൺ ആണ്. നമ്മൾ പെട്രോൾ അടിച്ചിട്ട് നമുക്ക് പോവാം. നമ്മൾ പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നൈസായിട്ട് നമുക്ക് വണ്ടി പുറത്തോട്ട് ചെയ്യാം. കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ചെറിയ കുട്ടികളാണ്. ഫോട്ടോക്കൊക്കെ കൈ കാണിക്കുന്നുണ്ട്, പക്ഷെ അവർ നിർത്തുന്നില്ല. നമുക്കപ്പോൾ റോഡിലോട്ട് നമുക്ക് കയറാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാഹി കേട്ടോ. ചില ആൾക്കാർക്ക് അറിയാത്ത ആൾക്കാരും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തുകൊണ്ടാണ് എല്ലാവരും പെട്രോൾ അടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ പെട്രോളിന് വില കുറവാണ് എന്ന് അറിയാത്ത പല ആൾക്കാരും ഉണ്ട്. ഇവിടെ കണ്ടോ മാഹി പോലീസ് ഉണ്ട് കണ്ടോ. ഇതാണ് നമ്മുടെ മാഹി പള്ളി കേട്ടോ.
മാഹി പള്ളി ഇതാണ്. നല്ല അടിപൊളി പള്ളിയൊക്കെ ആയിട്ടാ നമ്മൾ വന്നിട്ടുണ്ട് മുന്നേ. സോ നമ്മൾ ഈ ഒരു റോഡിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഭരണ പ്രദേശം ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്രോളിനൊക്കെ വില കുറവ്. അതുകൊണ്ട് തന്നെ എല്ലാ വണ്ടികളും മിക്കവാറും ഭൂരിപക്ഷം വലിയ വലിയ വണ്ടികളൊക്കെ ഇവിടുന്ന് പെട്രോൾ അടിക്കുന്നുണ്ട്. പക്ഷേ ഞാനൊരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ചേട്ടൻ പറഞ്ഞ കാര്യം. കാരണം ആ ചേട്ടൻ അറിയില്ല എന്തുകൊണ്ടാണ് മാഹിയിൽ നിന്ന് അടിക്കുന്നതെന്നുള്ള കാര്യം. അവരിവിടെയല്ല, ട്രിവാൻഡ്രത്തോ മറ്റാണ്. ഇവിടെയും നമുക്ക് പോലീസുകാരെ കാണാം കേട്ടോ. ഇന്ന് എന്താണെന്നറിയില്ല, എല്ലാ സ്ഥലത്തും നമ്മുടെ ഓഫീസർമാർ വളരെ എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ട് എല്ലാ സ്ഥലത്തും. ഇന്ന് എന്താണ് സംഭവം എന്നറിയില്ല കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും വലിയ ചെക്കിംഗ് ആയിരിക്കാം. നമ്മൾ പരമാവധി ഇങ്ങനെയുള്ള റോഡ്, അതായത് ഇപ്പം വലിയ റോഡ് വരുന്നതിൻ്റെ ഭാഗത്ത് എത്തുമ്പോഴെങ്കിൽ നമ്മൾ പരമാവധി സൂക്ഷിക്കുക കേട്ടോ. കാരണം സ്പേസ് കിട്ടിയില്ല എങ്കിൽ ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഈ റോഡിലെങ്കിലും വളരെ വ്യക്തമായിട്ട് സൂക്ഷിക്കുക. നമ്മുടെ ആ ഒരു ഹൈവേ റോഡ് ഇതാ ഇവിടെ വെച്ചാണ് തീരുന്നത് കേട്ടോ. ഇവിടെ തൊട്ട് പിന്നെ പഴയ അവസ്ഥ തന്നെയാണ്. നമ്മൾ ഹൈവേ വഴി വന്നില്ല, കാരണം നമ്മുടെ വണ്ടിക്ക് ഫാസ്ടാഗ് ഇല്ല. സോ അതുവഴി നമ്മൾ വന്നു കഴിഞ്ഞാൽ സീനാവും. അതുകൊണ്ട് നമ്മൾ വന്നില്ല കേട്ടോ. എന്താണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പം നമ്മൾ ഒരു ആവേശത്തിനടുത്ത് വരാൻ നിന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ വെറുതെ ഒരു പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഒരു റോഡ് വന്നിട്ട് ഇപ്പോൾ ഒരുപാട് വലിയ വലിയ വാഹനക്കാർക്ക് നല്ല കാര്യമാണ് കേട്ടോ. അവർക്ക് ഒരുപാട് വിശ്രമിക്കാനുള്ള ഒരു സമയം ഒരുപാട് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അത് കേട്ടോ, ഇവിടെയൊക്കെ പാർക്കിംഗ് ചെയ്യാൻ ഒരുപാട് സ്ഥലം കിട്ടി. അത് മുഖാന്തരം വലിയ വലിയ വണ്ടികൾക്ക് അവർക്ക് വിശ്രമിക്കാൻ നല്ല രീതിക്ക് പറ്റുന്നുണ്ട്. ഇവിടെ ബസ് ഇങ്ങനെ അവിടെ നിർത്തിയിട്ടുണ്ട്. അവിടെ ഒരു ഓഫീസറേയും കാണുന്നുണ്ട്. സൈഡ് വഴി എടുത്തോട്ടെ സാറേ. പാർക്ക് ചെയ്യാം. 12 വീലും 6 വീലും 10 വീലൊക്കെ വരുന്ന വാഹനം പാർക്ക് ചെയ്യുക എന്നല്ലാതെ ഈ റോഡിനെ കൊണ്ട് മറ്റു ഉപകാരങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോറിക്കാർ രക്ഷപ്പെട്ടു കേട്ടോ. വിശ്രമ കേന്ദ്രമായി നമുക്ക് അവർക്ക് നല്ല രീതിക്ക് വിശ്രമം വേണ്ട ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവർക്ക് നല്ല രീതിക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. മരമൊക്കെ കയറ്റി പോകുന്ന വലിയ വലിയ ലോറികളാണ്. അപ്പോൾ ആ ലോറിയൊക്കെ ഇവിടെ അവർക്ക് റെസ്റ്റ് എടുത്തുകൊണ്ട് പോകാം. ഒരു നല്ല കാര്യം തന്നെയാണ്. മറിച്ച് റോഡിലെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് ഗൈസ്. സത്യം, അത്രയും ബുദ്ധിമുട്ടിയതുകൊണ്ട് പറയുന്നതാണ്.
ഇവിടെ എത്തിയപ്പോൾ പിന്നെയും കുറച്ചും കൂടെ റോഡ് നല്ല രീതിക്ക് നമുക്ക് ക്ലിയർ ആയി കിട്ടി കേട്ടോ. ഇതിപ്പോൾ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു ടാർ ചെയ്തെന്ന് തോന്നും കേട്ടോ. ഞാൻ കുറച്ച് മുന്നേ വരെ വന്ന സമയത്ത് ഇവിടെ റോഡ് വളരെ മോശമായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് ടാറെന്ന് പറഞ്ഞാലും നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, വണ്ടി നല്ല ഷേക്ക് ഉണ്ട്. എന്നാലും അവർ തട്ടിക്കൂട്ടിയാണെങ്കിലും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഷെയ്ക്ക് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കൃത്യമായി മനസ്സിലാകുന്നുണ്ടാവും. വീഡിയോ ഷെയ്ക്ക് ആവുന്നുണ്ട്. ഈ ഒരു ഭാഗം അതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയെങ്കിലും ടാർ ചെയ്ത് കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ് നമുക്ക് എങ്ങനെയെങ്കിലും ആയിട്ട്. കാരണം ഈ ഒരു റോഡ് എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടം ഉള്ളൊരു റോഡാണ്. വലിയ വലിയ വാഹനങ്ങൾ വരുന്ന ആ ഒരു അതിൻ്റെ അവസ്ഥ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് റോഡിൻ്റെ അവസ്ഥ. ഇതൊക്കെ നമ്മൾ വെറുതെ സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ എടുത്ത് പോകുന്നതേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നും ഇവിടെ ഒരു തേങ്ങ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മൾ കാണുമ്പോൾ ഒന്ന് കാണിക്കുക, അത്ര തന്നെ. നമ്മുടെ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്, കോഴിക്കോടാണ് ഇത്. കോഴിക്കോട് ജില്ലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ വന്ന് കോഴിക്കോട് തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഉള്ള റോഡ് ആണ് പ്രശ്നം. കണ്ണൂർ ടു കോഴിക്കോടൊക്കെ പോകുന്ന ആൾക്കാരുടെ കഷ്ടമാണ് കേട്ടോ. നമ്മൾ കോഴിക്കോടേക്ക് പോകുന്ന റോഡിൻ്റെ അവസ്ഥയാണ് ഗായ്സ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് എയർപോർട്ടിലൊക്കെ പോകുന്ന ആൾക്കാരുടെ കാര്യം ഇത്രയും വാഹനപ്പെരുപ്പമാണ് കേട്ടോ. അതുകൊണ്ടോ ഈ റോഡൊന്നും എപ്പോൾ ഏത് കാലത്ത് പണി കഴിയുന്നൊന്നും നമുക്ക് മഷിയിട്ട് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇത് കണ്ടോ നിങ്ങൾ, വണ്ടികളുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. 6 വരി പാത വരും. വന്നു കഴിഞ്ഞാൽ നമ്മൾ പറക്കും. എങ്ങോട്ട് പറക്കും? ഇതാണ് പറക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് നീന്താൻ വേണമെങ്കിൽ അത്യാവശ്യം പറ്റും. ഇതാണ്ടോ അത്യാവശ്യം നീന്താൻ പറ്റുന്ന റോഡാണ്. അമ്മോ കഷ്ടം. നിങ്ങൾ ആലോചിക്കേണ്ടത് കോഴിക്കോട് നമ്മുടെ എയർപോർട്ടിൽ, അതായത് മെയിൻ ആയിട്ടുള്ള ഒരു മെട്രോയിലോട്ട് പോകുന്ന ഒരു സ്ഥലമാണ് ഇത്. ഒരു ജില്ലയിലോട്ട് പോകുന്ന റോഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് അവിടെ എത്തുമ്പോഴേക്കും വാഹനത്തിനും അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന ആൾക്കാർക്കും എന്തൊക്കെ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാൻ നമ്മളൊരു ചെക്കപ്പ് തന്നെ നടത്തേണ്ടി വരും. സത്യം പറഞ്ഞാൽ വണ്ടികളൊക്കെ ആഴ്ചയിൽ നമുക്ക് സർവീസിന് കയറ്റേണ്ട ഒരു അവസ്ഥയായിരിക്കും ഇങ്ങനെയാണെങ്കിൽ കേട്ടോ. വളരെ ദുർഘടം നിറഞ്ഞ റോഡ്, ഡ്രൈവിങ് അതികഷ്ടം. അതിൻ്റെ ഇടയിൽ ചില ആൾക്കാരുടെ മത്സരയോട്ടം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ കണ്ടുപോകുന്ന ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല. അത് നമുക്കും വ്യക്തമായിട്ട് അറിയാം. വാഹനങ്ങൾ ഓടിച്ച് പരിചയമുള്ള ആൾക്കാർക്ക് തന്നെ മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ കാലഘട്ടം പറഞ്ഞത് 2025 അല്ലേ. പക്ഷെ ഇതിപ്പോൾ ഒരു സംഭവം ഇനി എപ്പോ ഏത് കാലഘട്ടം എന്ന് പറയാൻ നമുക്ക് പറ്റൂല. അതാണ് അവസ്ഥ. റോഡുകൾ തോടുകളും പുഴകളുമായി മാറുന്നു. സമുദ്രങ്ങളും റോഡിൽ സൃഷ്ടിക്കപ്പെടുന്നു. റോഡിൽ ടാർ എവിടെ? വഴി എവിടെ? ഒന്നുമില്ല. റോഡിൻ്റെ അവസ്ഥ എങ്ങനെയാണെങ്കിലും ഈ റൈറ്റ് സൈഡ് കണ്ടോളൂ. നമ്മുടെ മാമന്മാര്, അതായത് നമ്മുടെ ബസ്സുകാർ, അവരെങ്ങനെയായാലും കയറിപ്പോകും കേട്ടോ. നമ്മൾ പോയില്ലെങ്കിലും പിറകെ വരുന്ന വാഹനങ്ങൾ പോയാലും ഇല്ലെങ്കിലും ഇവന്മാർക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ കാര്യം നടക്കണം, അതിന് ഞങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഞങ്ങൾ പോകും. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാർക്കോ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൻ്റെ പരിസരത്തോട്ട് പോകുന്ന വഴിയാണ്. സത്യത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഹോസ്പിറ്റലിലോട്ട് തന്നെ ആൾക്കാർക്ക് വരണമെങ്കിലും പോവണമെങ്കിലും ഇതുപോലുള്ള റോഡിലാണ് സഞ്ചരിക്കേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ
ഭയങ്കര കഷ്ടം തോന്നുന്നു കേട്ടോ ഗൈസ്. ഇത് കണ്ടോ, എവിടെയൊക്കെ പോകുന്ന ഒരു വണ്ടി, ലോഡും വണ്ടിയാണ്. പാവങ്ങൾ, അവരുടെ വണ്ടിക്കും പണി കിട്ടി കേട്ടോ. അവർ സൈഡായിട്ടാവുള്ള. അല്ല, ഈ റോഡിൽ വന്നാൽ പണി കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാണുന്നില്ലേ നിങ്ങൾ റോഡ് കണ്ടോ? ഒരു മെയിൻ സിറ്റിയിലോട്ട് പോകുന്ന റോഡാണിത്. എന്താണല്ലേ, അയ്യോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഈ ഭാഗത്ത് അത്യാവശ്യം നല്ല റോഡ് വന്നിട്ടുണ്ട്. എന്നും വിചാരിച്ച് ഇവിടുന്ന് 100, 110 പിടിക്കാൻ നിൽക്കണ്ട. കാരണം തൊട്ടടുത്ത് തന്നെ ചിലപ്പം ഇപ്പൊ കണ്ട പോലുള്ള റോഡ് പിന്നെയും പ്രത്യക്ഷപ്പെടാം. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കേരളമാണ്, നമ്മുടെ നാടാണ്. നമ്മുടെ നാടാണെന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും കുരു പൊട്ടും. കാരണം കുറ്റം പറയുന്നത് വെച്ച് കുറ്റമല്ല, ഇവിടെ ചോദിക്കാനും പറയാനോ ആരും ഇല്ല. അതാണ്, എല്ലാവർക്കും തോന്നിയ പോലെ കളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് കിട്ടിപ്പോയി. നമ്മുടെ നാടിന്റെ കുഴപ്പമൊന്നുമല്ല, ആൾക്കാരുടെ ചിന്താഗതിയാണ് മാറ്റേണ്ടത്. ഭരണകൂടത്തിന്റെ പരിഷ്കാരങ്ങളും മാറ്റണം. റോഡിന് എന്ത് തന്നെയായാലും ന്യായമായിട്ടുള്ള ഒരു കാര്യങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുവരണം. കാരണം റോഡിന്റെ പേരിൽ നിരവധി ഫൈനുകളും നിരന്തരമായി റോഡിൽ ഓടുന്ന വാഹനങ്ങളുടെ ടാക്സും അടിക്കടി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ റോഡില്ല എന്ന് പറയുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു നിയമാവലി വരേണ്ടത് തന്നെയാണ്. ഇത്ര ദിവസത്തിനുള്ളിൽ കൃത്യമായ രീതിയിൽ നിയമങ്ങൾ, അതായത് റോഡുകൾ ടാർ ചെയ്ത് ബോധിപ്പിക്കണം എന്നുള്ളൊരു നിയമം കൃത്യമായിട്ട് വരണം. അല്ലെങ്കിൽ ചെറിയൊരു പാച്ച് നടക്കുന്ന സമയത്ത് പോലും അതിനെ കൈകാര്യം ചെയ്യാനുള്ളൊരു സംവിധാനം ഇവിടെ വേണം കൃത്യമായിട്ട്. റോഡിന് ശക്തമായുള്ളൊരു നിയമം എന്തായാലും വേണം. അത് തന്നെയാണ് ഇവിടെ ഇല്ലാത്തതും. ശക്തമായത് പോയിട്ട് റോഡിലൊരു ചെറിയ എന്താ പറയുക, റോഡിന് അനുകൂലമായിട്ടുള്ളൊരു നിയമം പോലും ഇവിടെ ഇല്ല. റോഡിൽ ഇറങ്ങുന്ന ആൾക്കാർക്ക് ഫൈനുണ്ട്, പാർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഫൈനുണ്ട്, പല കാര്യങ്ങൾക്ക് ഫൈനുണ്ട്. അപകടകരമായി ഡ്രൈവ് ചെയ്യുന്നു എന്നും പറഞ്ഞ് ഫൈൻ വാങ്ങുന്നുണ്ട്. പക്ഷെ അപകടം ഉണ്ടാകുന്നത് റോഡിന്റെ ഈ അവസ്ഥയാണെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു അഭിപ്രായവും ഇല്ല അവർക്ക്. കഷ്ടം തന്നെ. നമ്മൾ ഏതാണ്ട് വടകര എത്തി കേട്ടോ. വടകര ഏതാണ്ട് എത്തിപ്പോയി. പക്ഷെ ഇവിടെ മുന്നിൽ കാണുന്നത് ഒരു മുട്ടൻ ബ്ലോക്കാണ് കേട്ടോ. മുട്ടൻ ബ്ലോക്ക് എന്ന് വെച്ചാൽ മുട്ടൻ ബ്ലോക്ക്. അതായത് ഈ റോഡ് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ അവിടെ ചെറിയൊരു എന്താ പറയുക, ഒരു ജംഗ്ഷൻ പോലെ ഒരു വഴിയുണ്ട്. അവിടെയാണ് ഈ ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത് കേട്ടോ. നമുക്കൊരു രക്ഷയില്ല. നമ്മളിപ്പോൾ ഇവിടെ നിർത്തിയിടേണ്ട ഒരു സാഹചര്യമാണ്. നമ്മുടെ ഇവിടെ, അതായത് വലിയ വലിയ സിറ്റികളിൽ പോലും ഇല്ലാത്ത ബ്ലോക്കുകൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നതിനുള്ളതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നല്ല രീതിക്കുള്ള റോഡില്ലായിട്ടാണ്. വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത്. കാരണം വാഹനങ്ങൾ എത്ര സമയം പാർക്കിൽ കിടക്കണമെന്ന് നിങ്ങളൊന്ന് നോക്കിയേ. പല സ്ഥലങ്ങളിലായിട്ട് ജോലികളിലും അല്ലെങ്കിൽ മറ്റുള്ള പല സ്ഥാപനങ്ങളിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഓട്ടോ ഓടിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ഇവിടുത്തെ ഓട്ടോക്കൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് ബുദ്ധിമുട്ട്. ഇപ്പോൾ ഒരു ലോറി ചേട്ടൻ എടുത്ത് വരുന്നുണ്ട്, ഞാൻ എങ്ങോട്ട് റിവേഴ്സ് എടുക്കും? ഇവിടെ റിവേഴ്സ് എടുക്കാനൊന്നും സ്ഥലമില്ല ചേട്ടാ. അയ്യോ, എൻ്റെ കാർ അടിച്ച് തകർക്കുമോ? ഇല്ല, ചേട്ടൻ പ്രോ ആണ് കേട്ടോ. ചേട്ടൻ പ്രോ ആണ്. പക്ഷെ നമ്മളിങ്ങനെ ഒരു വഴി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അധികം എടുക്കരുത് കേട്ടോ. കാരണം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണി ചിലപ്പോൾ കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇത് ഈ ഓട്ടോയുടെ പിറകിലായിട്ട് നമ്മൾ വെക്കാൻ പോകുന്നത് കേട്ടോ. എന്നുവെച്ചാൽ അതൊരു വഴിയാണ്. ആ വഴിയിൽ നമ്മൾ കൂടുതൽ സമയം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മുട്ടൻ പണി കിട്ടും. ഇത് എപ്പം മാറും എന്നുള്ള കാര്യത്തിന് ഒരുറപ്പുമില്ല ഗായ്സ്. ചെറുതായിട്ട് അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ചെറുതായിട്ട് നീക്കാം. ഇവിടുന്ന് ഇത്രം വരെ. കാരണം തൊട്ടടുത്ത് പോയി കഴിഞ്ഞാൽ വേറെ ചളിയുണ്ട്. റൈറ്റിലോട്ട് അധികം ഓടിക്കാനും വയ്യ. കാരണം റൈറ്റിൽ വണ്ടികളും ഉണ്ട്. കഷ്ടം തന്നെ, കഷ്ടം തന്നെ, കഷ്ടം എന്നേ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ തുഴഞ്ഞ് നമ്മൾ എത്ര സമയം പോകേണ്ടി വരുമെന്ന് അറിയില്ല. സ്കൂൾ വണ്ടികളൊക്കെ സത്യം പറഞ്ഞാൽ ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കറക്റ്റായിട്ട് കുട്ടികൾക്ക് സ്കൂളിൽ വരെ എത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ സ്കൂളാണെങ്കിലും മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഓഫീസർമാർക്കാണെങ്കിലും
ഇതുപോലുള്ള അവസ്ഥയിൽ പെട്ട തന്നെയാണ്. അല്ലെങ്കിൽ ആർക്കാണ് സമയത്തിന് വിലയില്ലാത്തത്? എല്ലാവർക്കും സമയം പ്രാധാന്യം തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വരുമ്പോൾ നൈസായിട്ട് പെട്ടുപോകും ഈ ഒരു അവസ്ഥയിൽ. കണ്ടോ, ഇവിടെ നനങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ്, അത്രയും ബ്ലോക്കാണ് കേട്ടോ. തുഴഞ്ഞു പോവുക, അതാണ് ഈ റോഡിലുള്ള അവസ്ഥ. കഴിഞ്ഞ ദിവസം ഞാനൊരു ട്രോള് കണ്ടിട്ടുണ്ട്, ജൂൺ ജൂലൈ മാസം നമ്മുടെ കേരളത്തിൽ തോണിയാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ട്. സംഭവം ട്രോളാണെങ്കിലും അതിൽ വാസ്തവത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. സത്യമായിട്ട് ഇവിടെ എപ്പോഴും തെറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല കുഴപ്പക്കാർ, തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരാണ് കുഴപ്പക്കാർ. അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന ആൾക്കാർ അതിനും വലിയ കുഴപ്പക്കാരായി മാറും. അശോക് ലൈലാൻഡിൻ്റെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോ ചേട്ടനും മുന്നിലുണ്ട്. കാണൂ ഗൈസ്, വാട്ടർ മെട്രോ ആണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന റോഡ് കേട്ടോ. പെർഫെക്റ്റ് വാട്ടർ മെട്രോ ആണ് ഇത്. നിങ്ങൾക്ക് ഇനി ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. ഇടത് സൈഡ് കണ്ടോളൂ, കോഴിക്കോടൊക്കെ പോകുന്ന മെയിൻ റോഡിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ എങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത്. ഈ വാട്ടർ മെട്രോ ഒക്കെ കാണണമെങ്കിൽ ഒരു ഭാഗ്യം തന്നെ വേണം ഗൈസ്, അതെല്ലാവർക്കും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കൺകുളിർക്കെ നിങ്ങൾ കണ്ടോളൂ. കാണാൻ നിങ്ങൾക്കും ഇതുപോലുള്ള വീഡിയോസ് ചിത്രീകരിക്കാൻ എനിക്കും ഭാഗ്യം ഉണ്ടായതിൽ നമ്മൾ നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ദൃശ്യങ്ങൾ കട്ട് ചെയ്തേക്കാം. ഇങ്ങനെ കാണുമ്പോൾ നല്ല രീതിക്ക് മടുപ്പ് വരുത്തും സത്യം പറഞ്ഞാൽ. ഇത് തന്നെ കാണുമ്പോൾ ഇടുന്ന എനക്കും വട്ട് പിടിക്കും, കാണുന്ന നിങ്ങൾക്ക് അതിലേറെ വട്ട് പിടിക്കും. നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ അച്ച് ഇതിനേക്കാളും ഭേദമായിരിക്കും കേട്ടോ. നമ്മളെങ്ങനെയാലും ആ ഒരു ബ്ലോക്കിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ എങ്ങനെയെങ്കിലും. വടകര നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്റ്റാൻഡിലോട്ടൊക്കെ കയറുന്ന ഭാഗമാണത്. അതായത് ആ ജംഗ്ഷനിൽ നിന്ന് വാഹനം കയറുമ്പോഴാണ് ഇത്രയും ബ്ലോക്ക് ഉണ്ടാകുന്നത് കേട്ടോ. നിങ്ങൾ കണ്ണിറച്ച് കാണ്. നമ്മൾ പറയുമ്പോൾ നമ്മളെ ചീത്ത വിളിക്കാൻ വരുന്ന ആൾക്കാരല്ലേ, അവർക്ക് തന്നെ കൃത്യമായി കണ്ണിറച്ച് കാണട്ടെ ഇതാണ് അവസ്ഥ. ജംഗ്ഷൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. നമുക്കിപ്പോൾ ഇങ്ങനെ തുഴഞ്ഞു പോവാനേ നിവൃത്തിയുള്ളൂ ഗൈസ്, വേറെ വഴിയൊന്നുമില്ല. നമ്മളവിടെ പെട്ടത് ചില്ലറ സമയമൊന്നുമല്ല കേട്ടോ. ആ ബ്ലോക്കിൽ ഇവിടെയൊക്കെ ജംഗ്ഷൻ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഒരുപാട് ജംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാഹനം കടക്കുന്ന സമയത്ത് പിന്നെ ഒന്നാമത് റോഡിൻ്റെ അവസ്ഥയും മോശം. ഇത് എവിടെയൊക്കെ കണ്ടോ, അവിടെയൊക്കെ കംപ്ലീറ്റ് ഫില്ലറാണ് കേട്ടോ. അതുണ്ടോ, ഇതിൻ്റെ ഒരുപാട് ഫില്ലർ നമുക്ക് കാണാം. ഈ ഫില്ലറിൻ്റെ മേലെ കൂടെ എപ്പോൾ ആ ഒരു പാലം, റോഡ് പാലം വരുന്നു ചോദിച്ചാൽ അത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. നമ്മുടെ വടകര ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് നമ്മൾ റൈറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ വടകര ബസ് സ്റ്റാൻഡ് എത്തി കേട്ടോ. ഇതാണ് നമ്മൾ റൈറ്റിലോട്ട് വടകര ബസ് സ്റ്റാൻഡ് റോഡാണ്. അപ്പോൾ ഇതുപോലുള്ള ജംഗ്ഷനിൽ നിന്ന് വാഹനം ഇപ്പോൾ സ്റ്റാൻഡിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കയറുന്ന സമയത്താണ് നമുക്ക് വലിയ രീതിയിലുള്ള ബ്ലോക്ക് നമുക്ക് സൃഷ്ടിക്കപ്പെടുന്നത്.
എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ് കേട്ടോ. നല്ല രീതിക്കുള്ള ടയർ കണ്ടീഷനും അതുപോലെ തന്നെ നല്ല ബോഡി, നല്ല അടിപൊളിയായിട്ടുള്ള വാഹനങ്ങളും അല്ലാതെ നിങ്ങൾ ഇതുപോലുള്ള ഇവിടെ ഒന്നും എടുത്ത് വരാൻ പാടില്ല കേട്ടോ, ലോങ് ഒന്നും. കാരണം പണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തെണ്ടിപ്പോകും. പണി കിട്ടാനും ഒരുപാട് ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ലോഡും വണ്ടികൾക്കൊക്കെ, നല്ല വെയിറ്റുള്ള വണ്ടികൾക്കൊക്കെ നല്ല പണി കിട്ടുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ അവർ ടയർ മാറ്റിയിടുന്നതും പഞ്ചർ ഒട്ടിക്കുന്നതായിട്ടൊക്കെ നമ്മളിപ്പോൾ ഒരുപാട് കണ്ടു. എവിടെയും നമുക്കിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ പോലും പാർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. ഇവിടെ ഈ ഒരു റോഡ് കഴിഞ്ഞാൽ പിന്നെ നല്ല ഹോട്ടലൊന്നും പിന്നെ ഇല്ല. ഇവിടെ ഒരു എം ആർ എ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ ഇപ്പോൾ നിർത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം സ്റ്റാൻഡിൻ്റെ ആ ഭാഗത്തൊന്നും നമുക്ക് നിർത്താൻ പറ്റില്ല. പിന്നെ ഇവിടെയൊക്കെ നിർത്തി വെച്ചിട്ട് നമ്മൾ നടന്ന് പോകണം. ഇനി മുമ്പോട്ട് പോയാൽ വലിയ ഹോട്ടലൊന്നും കാണാനൊന്നുമില്ല. കളിയാക്കുന്നവരും അതുപോലെ തന്നെ വീഡിയോസിൽ കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ വ്യക്തമായി ഇരുന്ന് കണ്ടോളൂ കേട്ടോ. ഇതാണ് സംഭവം. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കൃത്യമായി. അല്ലാതെ നമുക്ക് ആരോടും പ്രത്യേകം വിരോധമോ ദേഷ്യമോ ഒന്നും തന്നെ നമുക്കില്ല. നിങ്ങൾക്ക് പ്രൂഫ് നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരികയാണ് റോഡിലൂടെ. എന്താണ് റോഡിൻ്റെ അവസ്ഥ, എങ്ങനെയാണ് വാഹനത്തിൻ്റെ കിടപ്പ് വശം എന്നൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഇതിൻ്റെ അകത്തൊന്നും ഒരു ഉടായ്പും നമ്മൾ കാണിക്കുന്നുമില്ല, ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. ഇത് കണ്ടോ, ഇത് ഫില്ലറിൻ്റെ കുറച്ച് പണികൾ നടക്കുന്നതാണ്. ഉണ്ടോ, കമ്പിയെല്ലാം കെട്ടിവെച്ച് അതിൻ്റെ മേലെ മൊത്തം ബായിമാർ 1, 2, 3 മൊത്തം 5 ബായിമാർ ഇപ്പോൾ അതിൻ്റെ മേലെയുണ്ട്. അവരെന്താണ് ചെയ്യുന്നത്? കമ്പിയൊക്കെ ലെവലാക്കുകയാണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ വർക്കുകൾ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ റോഡ്, അത് നേരെ തന്നെയായിരുന്നു. ഇപ്പോൾ ആ നേരെയുള്ള ഭാഗം, സൈഡിലുള്ള ഭാഗം ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ നടുവ്, അതായത് നമ്മൾ ആദ്യം വന്ന റോഡ് നമുക്ക് റിട്ടേൺ ആക്കി തന്നു കേട്ടോ. അത് തിരിച്ചിങ്ങോട്ട് വരാനുള്ള റോഡും ഇതുവഴി ഇടതുവശം നമ്മളിങ്ങനെ കയറി പോകുന്നത് അങ്ങോട്ട് പോകാനുള്ള റോഡും ആക്കി മാറ്റി കേട്ടോ. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവർക്ക് തന്നെ സത്യം പറഞ്ഞാൽ അറിയില്ല. ഓരോ തവണയും റോഡിൻ്റെ ആ ഒരു പൊസിഷൻ മാറ്റുന്നു എന്നല്ലാതെ റോഡ് കണ്ടീഷൻ ആവുന്നൊന്നുമില്ല. പല സ്ഥാപനങ്ങളും ഇത് മുഖാന്തരം ഇപ്പോൾ അടച്ചു കേട്ടോ. കാരണം കച്ചവടക്കാർക്ക് വരാൻ പറ്റില്ല, വാഹനം പാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ പ്രവർത്തിച്ചിട്ട് കാര്യമില്ലല്ലോ, വേണ്ട രീതിയിലുള്ള ലാഭമൊന്നും കിട്ടുകയില്ല. എന്നാലും വല്ലാത്ത ദുരിതം തന്നെ ജനങ്ങളുടെ. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എത്ര തവണ പറഞ്ഞാലും നമുക്കത് മതി വരികയില്ല. കാരണം വല്ലാത്ത ദുരിതം തന്നെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. ഉണ്ടോ, ജലാശയങ്ങൾ തുളുമ്പുന്ന റോഡ്. എവിടെ കിട്ടും ഈ റോഡ്? ജർമ്മനിയിൽ പോയാൽ കിട്ടുമോ നിങ്ങൾക്ക്? ഇല്ല. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കുളിക്കുകയും ചെയ്യാം റോഡിൽ. ഉണ്ടോ? ദൈവത്തിട്ട് നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നം കൊണ്ട് ചില തമാശകളൊക്കെ തമാശ രൂപത്തിൽ കാര്യം പറയുന്നതാണ് കേട്ടോ. അത് പറഞ്ഞ് നമ്മൾ ആശ്വസിക്കുകയാണ് സത്യം പറഞ്ഞാൽ. ഇതാണ്ടോ, ഇതെന്താണ് പുഴയോ, ഗോദാവരി പുഴയോ ഒഴുകുന്നുണ്ടോ റോഡിൻ്റെ സൈഡിൽ കൂടെ? വലിയൊരു സംഭവം ഉണ്ടോ. ഇതൊക്കെ പ്രശ്നമാണ്. വലിയ വലിയ വണ്ടികളൊന്നും ഈ സൈഡ് നിർത്തരുത് കേട്ടോ, വന്ന് താണങ്ങ് പോവും. അയ്യോ, ഇതിൻ്റെ റൈറ്റ് സൈഡ് നമുക്കിവിടെ റെയിൽവേ ലൈനും ഉണ്ട് കേട്ടോ. റൈറ്റ് സൈഡ് റെയിൽവേ ആണ്. ഇനിയിപ്പോൾ മറ്റേ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ മാക്സിമം തന്നെ നമുക്കിത് ഇടതുവശത്ത് മാത്രമേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. കാരണം റൈറ്റ് സൈഡ് പറ്റില്ല. റൈറ്റ് സൈഡ് നിങ്ങൾക്ക് കാണാം, ലൈനൊക്കെ കാണാം. റെയിൽവേ ആണ്, റെയിൽവേ ട്രാക്കാണ് ഇവിടെ കേട്ടോ. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ഭാഗ്യം, അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള റോഡും ഏതാണ്ട് ഈ കണ്ടീഷനിലാക്കിയേനെ. റെയിൽവേ ആയതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. അതുകൊണ്ട് അത് നന്നായി എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്തൊരവസ്ഥയാണ് ഗായ്സ്.
ഒരുപാട് ബാരലൊക്കെ ഇങ്ങനെ കൊണ്ട് അട്ടിയിട്ടിട്ടുണ്ട്, ഇങ്ങനെ സ്ലാബിൻ്റെ ആ ഒരു പീസ് പോലുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഒരുപാട് നമുക്കിപ്പോൾ കാണാം ഉണ്ടാവും, ജാക്കിയൊക്കെ വെച്ച്, അല്ല ജാക്കിയല്ല, അതുപോലെ സ്റ്റാൻഡുകളൊക്കെ വെച്ച് പാലത്തിനെ ബലപ്പെടുത്താൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. പക്ഷേ അത് വർക്കൊന്നും കാണുന്നൊന്നുമില്ല. വലിയ വലിയ വണ്ടികൾ ഓടിക്കുന്ന ആളുടെ കാര്യം വളരെ കഷ്ടമാണ് കേട്ടോ ഗൈസ്. സത്യം പറഞ്ഞാൽ അവരിങ്ങനെയുള്ള റോഡിലൂടെ എങ്ങനെ വിചാരിച്ച സ്ഥലത്ത് ലോഡ് എത്തിക്കാൻ വേണ്ടി അവർ പോവും? നമ്മളെ പോലെ അല്ലല്ലോ, വലിയ ലോഡുകളൊക്കെ വളരെ ഉത്തരവാദിത്തപ്പെട്ട സംഭവങ്ങളല്ലേ. അപ്പോൾ ഈ വലിയ വലിയ വാഹനങ്ങൾ, അതായത് ലോറി പോലുള്ള വലിയ വാഹനങ്ങൾ ഓടിക്കുന്ന, ലോഡ് വണ്ടി ഓടിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ചിന്തിക്കുന്നത്. കാരണം അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. ഇവന്മാരെ പോലെ ഒരിക്കലും അവർ പോവില്ല കേട്ടോ. ഒരിക്കലും ഇവന്മാരെ പോലെ പോകാൻ പറ്റില്ല. കാരണം അവർക്ക് പരിമിതിയുണ്ട്. ഇവന്മാർക്ക് പിന്നെ ഒരു കുഴപ്പമില്ല, ഇവരെങ്ങനെയായാലും ഇവർ കയറി പോയിക്കോളും. ലോറിക്കാർ സത്യം പറഞ്ഞാൽ അവർ തെണ്ടിപ്പോകും കേട്ടോ, പാവോ. ഇപ്പം നമുക്ക് ഒരു റോഡ്, അത്യാവശ്യം റോഡുണ്ട്, പക്ഷേ ഈ റോഡ് ടാറൊന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇതിൻ്റെ മേലെ എന്തോ ഒരു പാളി പോലത്തെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ സ്പീഡിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 80 കാറുകളൊക്കെ 80, അതുപോലെ ട്രക്കുകൾ മാക്സിമം 65 അങ്ങനെയൊക്കെ പോകുക എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. റോഡിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് 60-ലും 80-ലൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. സത്യത്തെ പറഞ്ഞാൽ നമുക്കൊരു 20-ഓ 30-ലേ നമുക്ക് പോകാൻ പറ്റും, അത് ഏത് വണ്ടിയാണെങ്കിലും. കാരണം എന്താ സംഭവം എന്നറിയോ, കൂടുതൽ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടുക. അതുപോലെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആൾക്കാർക്കും യാതൊരു വിധത്തിലുള്ള കംഫർട്ടബിലിറ്റി ഉണ്ടാവില്ല. ഇങ്ങനെ കുലുങ്ങിക്കൊണ്ട് കുലുക്കി സർവത്ത് അടിച്ച് പോകേണ്ടി വരും നമ്മൾ അവിടെ എത്തുമ്പോൾ. നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോഴേക്കും നമ്മൾ ഏതാണ്ട് സൈഡ് ആയിട്ടുണ്ടാവും. കാസർഗോഡ് ഭാഗത്ത് ഒക്കെ പോകുമ്പോൾ ഇത്രയും പ്രശ്നമില്ലാന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ഇത്ര മോശമല്ലാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കണ്ണൂർ ടു കോഴിക്കോട് വരുമ്പോഴാണ് ഈ ഒരു എന്താ പറയുക പ്രശ്നം. റോഡ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും രക്ഷയില്ലാത്ത റോഡാണ്. ചെയ്യുന്നത് മാങ്ങയാണ് ഗൈസ്, അവക്കാഡോ ആണ് കേട്ടോ. ഒരുപാട് അവക്കാഡോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മൊത്തമായിട്ട് ഇങ്ങനെ അവക്കാഡോ മാത്രം കച്ചവടം ചെയ്യുന്ന ഒരു വണ്ടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. കംപ്ലീറ്റ്ലി പോലീസാണ്, റോഡ് സേഫ്റ്റി എൻഫോഴ്സ്മെന്റ് മൊബൈൽ. ഇവിടെയൊക്കെ കണ്ടോ നാഷണൽ പെർമിറ്റ് വണ്ടികൾ, വലിയ വലിയ വണ്ടികൾ, ടാങ്കർ വണ്ടികളൊക്കെ നിർത്തിയിട്ട് കണ്ടോ. എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവർക്ക് തന്നെയാണ് കേട്ടോ. കാരണം ഇവർക്ക് വിശ്രമിക്കാൻ പറ്റും. അതുകൊണ്ട് നല്ല രീതിക്ക് വിശ്രമിച്ചോളൂ. കാരണം റോഡിൻ്റെ അവസ്ഥ വളരെ മോശമായതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടോ, ഇടിഞ്ഞ് വീഴാനാണ് കംപ്ലീറ്റ്. ഇവിടെയൊക്കെ എന്താണ് ചെയ്തു വെച്ചതെന്ന് അവർക്ക് തന്നെ അറിയില്ല. നമ്മളിപ്പോൾ ഈ ഒരു ട്രാക്ക് വഴി നമ്മൾ പോകുന്ന സമയത്ത് കൂടുതലും നമ്മുടെ കേരളത്തിനെ അപേക്ഷിച്ചിട്ട് നമ്മൾ വലിയ വലിയ വണ്ടികൾ ഇടതുവശം ചേർന്ന് പോകണം എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് വലിയ വലിയ വാഹനം, അതായത് ലോറി പോലുള്ള വാഹനങ്ങൾ എപ്പോഴും വലതുവശം ചേർന്നാണ് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ ഞാൻ ഫ്രണ്ടിൽ കാണിച്ചു തരാം. ഫ്രണ്ടിൽ ഇപ്പോൾ ഒരു ബൈക്ക് ചേട്ടൻ പോകുന്നുണ്ട്. ഉദാഹരണത്തിന് വലിയ വലിയ വാഹനങ്ങൾ ഇപ്പോൾ ഇടതുവശം ചേർന്നാണ് പോകുന്നതെങ്കിൽ ഇപ്പോൾ ഈ ബൈക്ക് ചേട്ടൻ കേട്ടോ വളരെ സ്ലോ ആണ്. ആ ചേട്ടൻ ചവിട്ടുന്നതിനനുസരിച്ച് ലോഡ് പോകുന്ന വണ്ടിയും ചവിട്ടേണ്ടി വരും. അപ്പോൾ അങ്ങനെ ലോഡ് വണ്ടി ചവിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലോറിക്കാർ വലതുവശം ചേർന്ന് പോകുന്നത് കേട്ടോ. അതിൽ പരിമിതിയുണ്ട്. സത്യം പറഞ്ഞാൽ അവർക്കും നിയമം പാലിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമുക്കൊക്കെ ദേഷ്യം പിടിക്കും സത്യം പറഞ്ഞാൽ. നമ്മളൊക്കെ ഒരുപാട് തവണ അവരെ ഓണടിച്ച് പിറകിലേ പോയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് സ്ഥലം കിട്ടില്ല. ഫാസ്റ്റ് ട്രാക്ക് അവർ കൈയടക്കുക, അതായത് നമ്മളെ റൈറ്റ് വശത്തുള്ള ഒരു വഴി അവർ കൈയടക്കുന്നതുകൊണ്ട്. പക്ഷെ സത്യത്തിൽ സംഭവിക്കുന്നത് അതാണ്. ഇടതുവശം പോകുമ്പോൾ അവർ ഒരുപാട് ഓട്ടോക്കാരെ, അതുപോലെ തന്നെ ചെറിയ ചെറിയ വാഹനങ്ങൾ
ഒക്കെ അവർ സൂക്ഷിക്കണം. ബേസിക്കലായിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് സഡൻലി ചവിട്ടി നിർത്താൻ പറ്റില്ല. സഡൻ ബ്രേക്ക് അവർക്ക് എപ്പോഴും പ്രശ്നമാണ്. കാരണം വലിയ ലോഡ് കൊണ്ടുപോകുന്ന വണ്ടിയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് അവസ്ഥ കേട്ടോ. അതുകൊണ്ട് നമ്മൾ പറ്റുകയാണെങ്കിൽ അവർ വരുമ്പോൾ ഒന്ന് മാറിക്കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ വേറെ തിരിച്ച് നമ്മൾ പോകാൻ വേണ്ടി എങ്ങനെയെങ്കിലും നമ്മൾ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. വേറെ അവരോട് തല്ലുകൂടാൻ പോയിട്ട് ഒന്നും കാര്യമൊന്നുമില്ല. നമ്മുടെ ചുരുക്കത്തിൽ പറഞ്ഞു തന്നാൽ നമ്മുടെ കേരളത്തിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ബസ് സമരം വന്നാലൊന്നും നമ്മുടെ കേരളത്തിനെ വലിയ രീതിക്കൊന്നും ബാധിക്കില്ല. ബസ് മുഖാന്തരം ആശ്രയിച്ച് ജോലിക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, സമ്മതിച്ചു. പക്ഷേ ലോറി സമരം വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ അന്നം വരെ മുട്ടിപ്പോകും. കാരണം റോഡുകളിൽ ബസ്സിനേക്കാളും പ്രാധാന്യമുണ്ട് ലോറിക്കാർക്ക്. കാരണം പല സ്റ്റേറ്റുകളിൽ നിന്നും നമുക്ക് കഴിക്കാനായിട്ടുള്ള ഭക്ഷണം, അതായത് അരി, പച്ചക്കറി, പഞ്ചസാര, പാൽപ്പൊടി, ചായപ്പൊടി ഉൾപ്പെടെയുള്ള പല സാധനങ്ങളും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന നിത്യോപയോഗ നമ്മുടെ അരി തന്നെ വരുന്നത് ലോറിയൊക്കെ വഴിയാണ്. അപ്പം ലോറിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ നമ്മളും ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം അവർ വണ്ടി ഓടിച്ചൊക്കെ വരുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ഭക്ഷണം കഴിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ അറിയാലോ, പിന്നെ എന്താ പറയുക, വളരെ സമ്പന്നമായിട്ടുള്ള നാടായതുകൊണ്ട് തന്നെ ഇവിടെ കൃഷിയൊന്നുമില്ല, ആർക്കും കൃഷി ചെയ്യാൻ താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് പുറത്തുള്ള തമിഴ്നാട്ടിൽ നിന്നോ ഗുജറാത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന അരിയും പച്ചക്കറിയൊക്കെയാണ് നമ്മൾ മനസ്സറിഞ്ഞ് കഴിക്കുന്നത്. അപ്പോൾ അതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ ലോറിക്കാരാണ്. സോ അവരുടെ കാല് തൊട്ട് തൊഴണമെന്നല്ല ഞാൻ പറയുന്നത്. പറ്റുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അവർക്ക് അവസരം റോഡിൽ പോകാനായിട്ടുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ, മാക്സിമം ശല്യം ചെയ്യാതെ. ഈ റോഡ് വേണോ നിങ്ങൾ, നമ്മൾ വരുന്ന സമയത്ത് ഒരുപാട് ഇതുപോലെ ഇടുങ്ങിയ റോഡ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഇടുങ്ങിയ റോഡ് സത്യം പറഞ്ഞാൽ ഇല്ല കേട്ടോ. ഇത് നോക്കിയാൽ നിങ്ങൾ, ഇത് നല്ല ഇടുങ്ങിയിട്ടുള്ളൊരു റോഡാണ്. ഇപ്പോൾ ബസ്സുകളൊക്കെ വരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. കാരണം അവന്മാരുടെ പോക്ക്, നമ്മുടെ വണ്ടിക്ക് നമ്മളെ തട്ടിയിട്ട് പോയാലും അവന്മാർക്കൊരു കുലുക്കുമില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം സൂക്ഷിക്കുക കേട്ടോ ഇങ്ങനെയുള്ള റോഡുകളിലെല്ലാം. ഇവിടെ എത്തുമ്പോൾ പിന്നെയും വീതി വന്നു, കുറച്ചും കൂടെ പിറകോട്ട് തീരെ വീതിയില്ലായിരുന്നു. നിങ്ങൾക്ക് ആ വീഡിയോ തന്നെ മനസ്സിലാവും ആ ഒരു കാര്യം. കോഴിക്കോട് ജില്ലയിലാണ് ഉള്ളത്. നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടം വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടു റോഡിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നും നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ നിങ്ങൾ സ്ഥിരീകരിക്കുക, നിങ്ങളുടെ കമൻറ്റ് എന്താണ്, നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം നിങ്ങൾ സ്ഥിരീകരിക്കുക. അതുപോലെ തന്നെ വീഡിയോസിൽ നമ്മൾ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമുക്ക്